ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാഹനം ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഒരു സിംഗിൾ ഓണർഷിപ്പിലാണ്. നല്ല കിടിലൻ വണ്ടി. ഞാൻ ഫസ്റ്റ് ടൈം പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമൊക്കെ ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഈ ഒരു വാഹനം. വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. 70 എന്ന് പറയുമ്പോൾ 65 ഞാൻ ഈ ഒരു വാഹനം എടുത്തത്. അപ്പം 70 ആക്കിയത് ഞാൻ തന്നെയാണ്. പക്ക കണ്ടീഷൻ, ക്വാളിറ്റി പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. എടുത്തതിന് ശേഷം നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ എടുത്ത് അതിന് ശേഷം ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചതാണ്. പിന്നെ ലൈറ്റ് രണ്ടും മാറ്റി, ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ 4 ടയർ സ്റ്റോക്കി ലുക്കിൽ തന്നെ 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും മോഹവണ്ടിയാണ്. ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് ഹോണ്ട സിറ്റി ടൈപ്പ് 2. ഹോണ്ടയുടെ വണ്ടി JDM കാറുകൾ എന്നാണ് സ്പെഷ്യൽ എടുത്ത് പറയുന്നത്. ഹോണ്ടയുടെ വണ്ടി പൊതുവെ എല്ലാത്തിനും നല്ല ഡിമാൻഡാണ്. അപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൻ്റെ ഒരു യാത്രാസുഖവും കംഫോർട്ടും എല്ലാം വളരെ പക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഞാൻ ഹോണ്ട സിറ്റി വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. ആദ്യമായിട്ട് കിട്ടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പക്ക ക്വാളിറ്റിയുള്ള വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. റണ്ണിങ്, ഇൻറ്റീരിയർ, ഔട്ട് സൈഡ്, എഞ്ചിൻ ഭാഗം എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും വീഡിയോ കാണുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ മോഹവണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ചാനലിലൂടെ വരുന്ന അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും നല്ല നല്ല വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മോഹവണ്ടി മാത്രമല്ല, പഴയ വണ്ടികൾ മാത്രമല്ല, പുതിയ മോഡൽ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ വരുന്നതാണ്, നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാത്തിലും കൂടി നമ്മൾ ഇടുന്നുണ്ട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ. ഈ ഒരു വാഹനം മാത്രമല്ല, പിന്നീട് വാഹന സ്വന്തമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മച്ചാമരെ നമുക്ക് വണ്ടി വിശദമായിട്ട് കാണാം. മച്ചാമരെ, അപ്പോൾ ഇതാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ഈ ഹോണ്ട സിറ്റി. നല്ല എന്താ പറയുക, ബ്ലാക്ക് കളർ അടിച്ചേക്കണേ. പക്ഷേ ഈ ഒരു പെയിൻറ്റിന് പ്രത്യേകതയുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ചെറിയൊരു ബ്ലൂയിഷ് കയറിയിട്ടുണ്ട്. ഫുൾ പക്ക ബ്ലൂ ആണ്. തിളങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ബ്ലൂ ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ബ്ലൂ കളറായിട്ട് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടാകും ബ്ലൂ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പോൾ ഡുവൽ കളറായിട്ടുള്ള ഒരു പെയിൻറ്റ് ഞാൻ ചെയ്തേക്കുന്നത്, നല്ല വില കൂടിയ ഒരു പെയിൻ്റാണ്. അതുപോലെ തന്നെ ഈ 2 ലൈറ്റ് രണ്ടും ഫ്രണ്ട് വെച്ചേക്കുന്നത് പുതിയതാണ്. ഫുൾ ബ്ലാക്ക് അടിച്ച് ഇറക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റൊക്കെ MBD ഫോണ്ട് വലുത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടയർ 4 പുത്തനാണ്, പക്ക കണ്ടീഷൻ ടയറാണ്. ഡ്രം വീലുകളാണ്. സ്റ്റോക്ക് ലുക്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അലോയ് ഇട്ടിട്ടില്ല. അപ്പോൾ അലോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ ഇരിക്കും. പെയിൻറ്റിങ് വർക്ക്സ് കാര്യങ്ങളെല്ലാം പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് 2 നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇത് മാത്രം കിട്ടിയുള്ളൂ, ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം മാറ്റിയേക്കുന്നത്. ഇത് പുതിയതാണ്. ബാക്കൊക്കെ വളരെ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇതൊരു റിമോട്ടിൽ പൊങ്ങണ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇത് നല്ല ലുക്കായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് റിമോട്ടിൽ പൊങ്ങണത്. ഇപ്പോൾ റിമോട്ട് കംപ്ലൈൻ്റ് ആണ്. ഓൾറെഡി നമുക്ക് കൈവച്ച് സെറ്റ് ചെയ്യാൻ പൊക്കാൻ താത്താനും പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള തന്നെ അതും ഒരു രസമുണ്ട് കാണാൻ. പിന്നെ MBD ഫോണ്ടിൽ വന്ന നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതിലും പക്കയാണ്. ടയർ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് പക്ക പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാണാൻ നല്ലൊരു ഭംഗി ലുക്കിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വാഹനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കമ്പനിയിൽ സ്റ്റോക്ക് ലുക്കിൽ കൊടുക്കണ ആ ഒരു സീറ്റൊക്കെ തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗം. നമ്മൊന്നും ചെയ്തിട്ടൊന്നുമില്ല. റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ്. പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഊരിയിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഗിയർ ലോക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ലോക്ക് സിസ്റ്റം. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റീരിയോ ഞാൻ ഊരി വെച്ചാണ്, പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് ഊരിയതാണ്. സ്റ്റീരിയോ വെച്ചിട്ടൊക്കെ കൊടുക്കുകയുള്ളൂ. AC ഒക്കെ പക്ക വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മീറ്റർ കൺസോൾ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. എല്ലാം പക്ക ക്വാളിറ്റി. ഹോൺ കാര്യങ്ങളൊക്കെ തന്നെയായാലും എല്ലാം ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, 4 ഡോർ എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം പക്ക ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ബീഡിങ് വരെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും ഒന്നും മിസ്സൊന്നും ആക്കിയിട്ടില്ല. റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിനി ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം.
എന്നിട്ട് നമുക്ക് എൻജിനും കൂടി നോക്കിയിട്ട് റണ്ണിങ് കണ്ടീഷൻ നോക്കാം, എന്നിട്ട് വിവരത്തിലേക്ക് കിടക്കാം. എൻജിൻ വരുമ്പോൾ സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ ഇതും കുഴപ്പമൊന്നുമില്ലാത്ത എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ഓയിലേക്ക് കാര്യമൊന്നുമില്ല, പക്ക ക്ലീൻ ആയിട്ടുള്ള എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് പുതിയൊരു ആമറോണിൻ്റെ ബാറ്ററി കുറേ നാൾ കിടന്നതായതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ലീക്ക് കാര്യങ്ങളൊന്നും ഒരുപാടൊന്നുമില്ല, എല്ലാം പക്ക ക്വാളിറ്റിയിലുള്ള ഒരു എൻജിനൊക്കെ തന്നെയാണ്. നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് ഉള്ളിൽ കുറച്ച് എന്താ പറയുക എയർ അടിച്ച് കളയാനുണ്ട്, അതിൻ്റെ കുറച്ച് പൊടി കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്യാനുണ്ട്, അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പക്ക കംഫർട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2. ലുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെയാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ലുക്കിൽ വണ്ടി ഓടി വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. പിന്നെ അലോയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം എന്താ പറയുക, വരും കാലങ്ങളിൽ ഡിമാൻഡ് കൂടി വരുന്ന വണ്ടികളാണ്. ഇപ്പം തന്നെ ഓൾറെഡി ഹോണ്ട സിറ്റിക്ക് വില കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ കിട്ടാൻ കുറവാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വണ്ടി തന്നെ വിൽക്കുന്നത്. ഇപ്പോൾ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് ഹോണ്ട സിറ്റി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാം. നല്ല രീതിയിൽ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലും 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യാൻ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇൻഷുറൻസും ടാക്സും ടെസ്റ്റ് മുടങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കയാക്കിയിട്ടുണ്ട്. 2003 വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ. പിന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ 28 വരെ വന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അതും ഈ അടുത്ത് തന്നെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് ഇൻഷുറൻസും പേടിക്കേണ്ട. ഇനിയിപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു അലോയ് കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ സ്കേർട്ട് അടിക്കാനുണ്ട്. സ്കേർട്ട് നിങ്ങൾ ഇഷ്ടം പോലെ അടിക്കുക. സൈഡ് സ്കേർട്ട് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലോ പ്രൊഫൈൽ ടയർ, അതുപോലെ തന്നെ ലോവർ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴ്ത്തി ഓടിക്കുമ്പോൾ തന്നെ പ്രത്യേക ലുക്കിൽ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. പിന്നെ സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, ഇതിൻ്റെ ഡുവൽ കളറും പിന്നെ എൻജിൻ ലൈറ്റ് കാര്യങ്ങൾ, വാണിംഗ് ലൈറ്റ് എപ്പോഴും കത്തി കിടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചോദിച്ചതായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി യൂട്യൂബിൽ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ആര് തന്നെ ഒരു വാഹനം അപ്പോൾ അവർക്ക് നേരെ റെഡി ക്യാഷിന് കൊടുക്കും. ഇത് ഫൈനാൻസ് ഒന്നും വീട് കിട്ടൂല, റെഡി ക്യാഷ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് വില വിവരത്തേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റി ഒന്ന് ഓടിച്ച് നോക്കാം, റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാ വീഡിയോയും നമ്മൾ റണ്ണിങ് കണ്ടീഷൻ കാണിക്കുന്നതാണ്. ഓടിക്കണേക്ക് പിന്നെ മസ്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ ഹോണ്ട സിറ്റിയും എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ ഹോണ്ട സിറ്റിയുടെയും റണ്ണിങ് കണ്ടീഷൻ എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യലി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഓൾറെഡി എന്താ പറയുക ഒരിതൊന്നുമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന കസ്റ്റമർക്ക് ആർക്കായാലും റണ്ണിങ് കണ്ടീഷൻ ഏത് വണ്ടിയായാലും ഒന്ന് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റണ്ണിങ് കണ്ടീഷൻ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഫുള്ളായിട്ട് നല്ല പക്കയായിട്ട് തന്നെ ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇരിപ്പവശം നല്ല താഴ്ന്നാണ് ഇരിക്കണത്, കുഴപ്പമില്ല. നമുക്ക് ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്കൊക്കെ കയറുന്നുണ്ട്. നല്ല AC കൂളാണ്. ഇപ്പം 3 ഇട്ടേക്കണേ, 4th ഇട്ടിട്ടില്ല. 3 ഇട്ടപ്പോൾ തന്നെ നല്ല കൂളാണ്. എന്ന് വെച്ചാൽ അത് പുതിയ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്, സ്റ്റീരിയോ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ പാട്ട് സോങ് ഒന്നും വെച്ചിട്ടില്ല. കമ്പനി കൊടുക്കുന്ന സ്റ്റോക്ക് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പക്ക ക്വാളിറ്റി തന്നെ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ സൗണ്ട് കേൾക്കുന്നതാണ്. കെൻവുഡിൻ്റെ കമ്പനി കൊടുക്കണം ഒറിജിനൽ സാധനമാണ് വെച്ചേക്കണത്. അത് സ്റ്റോക്കാണ്. ഈ ഇന്റീരിയർ മൊത്തം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു വാഹനം സീറ്റായാലും ഫുൾ സ്റ്റോക്കിൽ തന്നെ, സ്റ്റോക്ക് ലുക്കിലാണ് ഈ ഒരു വണ്ടി ഉള്ളത്. അപ്പോൾ കിലോമീറ്റർ ആണെങ്കിൽ 70, എനിക്ക് വേണം 65 ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. 70,000 ഇപ്പോൾ ഞാനാണ് ആക്കിയത്. വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ സ്മൂത്ത് എഞ്ചിനാണ്, പക്ക പെർഫെക്റ്റ് എന്താ പറയുക ഡ്രൈവിങ്ങും പിന്നെ യാത്രാ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓൾറെഡി എല്ലാ ഹോണ്ട സിറ്റിയിലും ഞാൻ പറയാറുണ്ട് പ്ലാറ്റ്ഫോം വളരെ താഴ്ന്നിരിക്കുകയാണ്. ലോ പ്രൊഫൈല് ടയറും കൂടി ഇട്ടാൽ ഒന്നും കൂടി താഴ്ന്നിരിക്കും. ഇപ്പം എന്താ പറയുക വളരെ സെഡാൻ കാറിൽ നല്ല ഹൈറ്റ് കുറവാണ് ഈ ഹോണ്ട സിറ്റിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ വെട്ടം ചിലപ്പോൾ ഒന്ന് അടിക്കും എതിരെ വരുന്ന വണ്ടികളുടെ. അങ്ങനെ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ നല്ല കൂളായിട്ട് യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പതുക്കെ നോർമലി യാത്ര ചെയ്യാൻ പറ്റിയ പക്ക വണ്ടിയാണ്.
ഡ്രൈവിംഗ് കംഫോർട്ട് വളരെ പക്കയാണ് ഹോണ്ട സിറ്റി മാത്രമല്ല, ഹോണ്ടയുടെ എല്ലാ വണ്ടിയും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി. പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ലോങ് ഡ്രൈവിനൊക്കെ നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. 1.3 ആയതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവിന് നല്ല രീതിയിൽ മൈലേജ് കിട്ടും. അത്ര പെർഫെക്റ്റ് വണ്ടിയാണ് ഹോണ്ട സിറ്റി ടൈപ്പ് 2. എടുക്കുകയാണെങ്കിൽ 1.3 എടുക്കണം കേട്ടോ. മൈലേജ് പർപ്പസ് നോക്കുന്നവരാണെങ്കിൽ 1.3 തന്നെ എടുക്കുക. അപ്പോൾ അത്യാവശ്യം പവറും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്. 1.5 ആകുമ്പോൾ കമ്പനി തന്നെ പറയുന്നത് 12 പക്ഷേ അതിൽ നിന്ന് 8 കിട്ടുള്ളൂ. പിന്നെ പവർ അന്യ പവറായിരിക്കും. പിന്നെ നമ്മുടെ റോഡിന് പവർ ആവശ്യമില്ല. ഇപ്പോൾ വലിയ റോഡായാലും ചെറിയ റോഡായാലും എല്ലാവരും ഒരു നോർമൽ സ്പീഡ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ്, പക്ഷേ കൂളായിട്ട് തന്നെ നമുക്ക് യാത്രാസുഖത്തിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പരിപാടിക്കും ഓട്ടോ ഷോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നോർമലി എന്ത് പരിപാടിക്കായാലും കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് ലുക്കിലാണ് ഈ ഒരു വണ്ടി ഇത്രയും ആക്കി എടുത്തേക്കുന്നത്. കാണാനും രസമുണ്ട്, അതുപോലെ തന്നെ ഓടിക്കാനും എൻജിൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വാഹനം എന്തോരം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചെറിയ റൂട്ടിൽ നിന്ന് വലിയ റൂട്ടിലേക്ക് എത്തി ഓട്ടോ റണ്ണിങ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങൾ പറയാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാട്ടോ. എന്താ പറയുക, വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ഹോണ്ട സിറ്റി പോലത്തെ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഈ വാഹനമൊക്കെ. അതുപോലെ തന്നെ ലാൻസർ, ബലേനോ ഇതൊക്കെ ലോ ബഡ്ജറ്റ് വാഹനമാണ്. അതായത് നല്ല എന്താ പറയുക, ഒരു സെഡാൻ കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഈ ഒരു വാഹനമൊക്കെ. പിന്നെ വില കുറവുണ്ട്, പിന്നെ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. എന്ത് കാര്യത്തിനായാലും ഒരു നല്ലൊരു കിടിലൻ സെഡാൻ കാറാണ് ഈ ഹോണ്ട സിറ്റി, ലാൻസർ, ബലേനോ. എനിക്ക് തോന്നുന്നു ആ ഒരു 3 കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹോണ്ട സിറ്റി തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ മെയിൻ്റെനൻസും കുറവാണ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾക്ക് റേറ്റ് കുറവാണ്, അതുപോലെ തന്നെ മോഡിഫൈഡ് ചെയ്യുകയും ചെയ്യുക, പാർട്സ് കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. പിന്നെ നല്ല ഡിമാൻഡ് ഉണ്ട്, പിന്നെ ഒരു പ്രത്യേക ലുക്കാണ്. JDM ആണ് വാഹനം, അത് നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഹോണ്ട സിറ്റി നല്ല മാർക്കറ്റിംഗും ഉണ്ട്. അപ്പം വെച്ചാൽ നമുക്കിനി വില വിവരത്തേക്ക് വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഇന്റീരിയർ, ഔട്ട്സൈഡ്, റണ്ണിങ്, എഞ്ചിൻ ഭാഗം ഫുള്ള് ആയിട്ട് തന്നെ മൊത്തത്തിൽ എല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പം ഇനി വില വിവരത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് ചാനൽ ഇതൊക്കെ ഫോളോ ചെയ്യുക. ഇതിനകത്തൊക്കെ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. വിൽക്കാനുള്ള വണ്ടികളായാലും വാഹന സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും ആ ഒരു പേജുകളിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ പുതിയത് ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗീവ് അവേയുടെ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം മച്ചാന്മാരെ, ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 2002 മോഡൽ വണ്ടി, പുതിയ പേപ്പറാണ്, സിംഗിൾ ഓണറാണ്, 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഒരു വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 2,25,000 രൂപയാണ്. അപ്പോൾ ഇതൊരു മോഹവണ്ടിയാണ്. പ്രൈസ് സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസ് നിൽക്കുന്നത്. പിന്നെ ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗോഷ്യബിൾ ആണെന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം ആര് വിളിച്ച് ആരെടുക്കുന്നു അവർക്ക് നേരെ കൊടുത്ത് വിടുകയാണ്. നമുക്ക് പിന്നെ ഇതിനകത്ത് ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടൂല. റെഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് നേരെ കൊടുത്തു വിടും. ആര് വന്നാലും കൊടുത്തു വിടും. പിന്നെ ഡിലേ ചെയ്ത് വെക്കണ കാര്യമൊന്നും നമുക്ക് ഇല്ല. കുറച്ച് പൈസ തന്ന് വെക്കണ കാര്യം അതൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നടക്കൂല. പിന്നെ അത് മാത്രമല്ല, ഫൈനാൻസിൻ്റെ കാര്യം അതും ഈ മോഡൽ കുറഞ്ഞ വണ്ടികൾക്ക് ഫൈനാൻസും നടക്കൂല. അപ്പോൾ താല്പര്യമുള്ളവർ റെഡി ക്യാഷിന് എടുക്കാൻ പറ്റിയ മോഹവണ്ടി നോക്കി കിടക്കുന്നവർക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ പക്ക എൻജിൻ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, വാഹനം ഓടിച്ചു നോക്കുക, പിന്നെ മൊത്തം ചെക്ക് ചെയ്യുക. എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് എടുക്കുന്ന വണ്ടികളാണിത് മൊത്തം, നമ്മൾ കൊടുക്കാവുന്ന വണ്ടികൾ മൊത്തം. എന്നിരുന്നാലും നിങ്ങൾ ഒന്നും കൂടി വരാം, മെക്കാനിക്കായിട്ടും ആരായിട്ടും വരാം, വണ്ടി ഓടിച്ചൊക്കെ ചെക്ക് ചെയ്യുക, ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. പിന്നെ പക്ക എൻജിൻ കണ്ടീഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. നമ്മുടെ എല്ലാ വാഹനവും ഇതേപോലെ എടുത്തേക്കണ എല്ലാ വാഹനവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും നമ്മളൊരു വിശ്വാസത്തിൽ
പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ടൈം വൈകിയൊക്കെ വിളിക്കാറുണ്ട് പഴയ വണ്ടി. അത് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ വാഹനങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് വിറ്റ് പോകും. പിന്നീട് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞിട്ടൊന്നും വിളിച്ചിട്ട് ചിലപ്പോൾ ആ വണ്ടി തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ വണ്ടിയും വരാം. അപ്പോൾ ഫസ്റ്റ് ടൈം ആരും തന്നെ അവർക്ക് നേരെ ഈ വണ്ടി കയറ്റി കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വിളിച്ചോളൂ. പിന്നെ മോഹവണ്ടിയാണ് ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ മച്ചാമാരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വേഗം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് വീഡിയോ അയച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.